यहाँ बहुत बारिश आ रही, പാനി ഗിർ രേ നാ, പാനി ഗിർ രഹാ ഹേ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ഒരേ അർത്ഥത്തിന് തന്നെ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന ഒരേ വാക്കുണ്ട്. അങ്ങനെ തന്നെ ഉണ്ടെന്ന് പഠിക്കാം നമുക്ക്. അതായത് പാനി ഗിർ രേ, ആജ് ബഹുത് ബാരിഷ് ആ രേ, ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്. ഉപ്പർ സെ പാനി ഗിർ രേ. ഗിർന എന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചു വീഴുന്നു എന്ന അർത്ഥത്തിനും ഗിർ രേ എന്ന് പറയും. ഗിർ രഹാ ഹേ, വെള്ളം എന്ന് വീഴുന്നു എന്ന അർത്ഥത്തിനാണ്. മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, പാനി ഗിർ എന്ന് പറയും. നമ്മൾ മലയാളത്തിലൊക്കെയാണ് വെള്ളം ഉറ്റുന്നുണ്ട് എന്നൊക്കെ പറയുള്ളൂ. ഇവിടെ പാനി ഗിർ എന്ന് പറയും. അതേപോലെ തന്നെ എൻ്റെ സ്ഥാനത്ത് കയ്യിൽ നിന്ന് മൊബൈൽ തു ഗിർ ഗയ, അവിടെയും മൊബൈൽ വീണുപോയി എന്ന അർത്ഥത്തിനാണ്. ഇത് രണ്ടും മലയാളത്തിൽ ഉപയോഗിക്കുന്ന ശൈലി അല്ലല്ലോ. മേരെ മൊബൈൽ നീച്ചെ ഗിർ ഗയ, ഗ്ലാസ് ടൂട്ട് ഗയി. എൻ്റെ മൊബൈൽ കയ്യിൽ നിന്ന് വീണു, അതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗിർഗയ എന്ന് പറയുന്നൊരു വാക്കാണ് പാനി ഗിർ. എന്താ പറയുക? പാനി ഗിർ. പാനി ഗിർ എന്നാൽ വെള്ളം ഒറ്റുന്നു അല്ലെങ്കിൽ ഒലിക്കുന്നു, താഴോട്ട് വീഴുന്നു അർത്ഥമാണ്. ഇവിടെ അത് ഞാൻ പറഞ്ഞ വാക്ക് എന്താണ്? ബാരിഷ് ഹോ രഹാ ഹേ. ബാരിഷ് ഹോ രഹി ഹേ എന്നാണ് പറയേണ്ടത്. ബഹോത് ബാരിഷ് ഹോ രഹി ഹേ ആജ്, ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്. പാനി ഉപ്പർ സെ പാനി നീച്ചെ ഗിർ രേ. ഓക്കെ, അതിൻ്റെ ഗിർ എന്ന് പറയുന്ന ഗിർ എന്ന് കേൾക്കുള്ളൂ, ഗിർ രഹി ഹേ എന്നാ പറയാ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു, അതിനെ ഒരു സാധനം കയ്യിൽ നിന്ന് വീണാലും എന്ത് പറയുന്നതാണ്? ഓ മൊബൈൽ തു ഗിർ ഗയ, ഗിർ ഗയ, വീണ് പോയി എന്നർത്ഥത്തിനും പറയും. ഓക്കെ, അതേപോലെ തന്നെ ഡൂൺ ഗയ എന്ന് പറയും. ഡൂൺ ലിയ, ക്യാ ഡൂൺ രേ തും. നമ്മൾ പിന്നെ തെരഞ്ഞുകൊണ്ടിരിക്കണം. ക്യാ ഡൂൺ രേ, നിങ്ങൾ എന്താ തിരയുന്നത്? മേ പൈസ പത്താനെ കहीं गिर गया, मैं ढूंढ रहा हूँ. പത്താനെ പൈസ കहीं गिर गया, പത്താനെ പൈസ കहीं गिर गया, പൈസ എവിടെയോ വീണുപോയി. മേ അഭി ढूंढ रहा हूँ. ढूंढ लो, തെരയൂ. ढूंढ रहा हूँ, ഞാൻ തിരയുകയാണ്. അപ്പോൾ 3 വാക്ക് അവിടെ പഠിച്ചത്. 1 ബാരിഷ് ഹോ രേ, 2 പാനി ഗിർ രേ, മേ പൈസ ഡൂണ്ട് രഹാ ഹും. ഓക്കെ, ഇത് 3 പരസ്പര ബന്ധമുള്ള വാക്കുകളാണ്. എന്തായിരുന്നാലും സംസാര ഭാഷയിൽ ഓരോ വാക്കുകളും പരസ്പര ബന്ധമുള്ളത് പഠിച്ച് അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കണം. ഹിന്ദിവിനെ നിങ്ങൾക്ക് സപ്പോർട്ടാവും. എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുക. ആപ്ക ധന്യവാദ്, ബഹുത് ശുക്രിയ.